നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ ഏപ്രിൽ 19 ഞായറാഴ്ച ദിവസമാണ്. ഫലപ്രകാരം നോക്കുമ്പോൾ നാളത്തെ ദിവസം ഇനി പരാമർശിക്കുവാൻ പോകുന്ന ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒട്ടനവധി ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കുവാവുന്ന ഒരു ദിവസമാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു ദിവസം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പൊതുവായി നോക്കുമ്പോൾ കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് വേണം പറയാൻ. എന്നാൽ ഈ നക്ഷത്ര ജാതകർ അവരുടെ ജന്മസിദ്ധമായ ചില എടുത്തുചാട്ടങ്ങൾ കൊണ്ടോ കാര്യങ്ങളെ വേണ്ട വിധം വിശകലനം ചെയ്യാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന ചില അവസരങ്ങളെ അവർക്ക് കൈവിട്ട് കളയുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നതിനോ കാരണമായി തീരാം എന്നാണ് പ്രധാനമായും ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കേണ്ടത്. അതായത് കാര്യങ്ങളെ വ്യക്തമായി വിശകലനം ചെയ്യാതെ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചേക്കാം. അതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകർ അവർക്ക് എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കണം എന്നും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നു. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ആദ്യമായി പരാമർശിക്കുന്നത് മിഥുനം രാശിയെ പറ്റിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയുന്ന, അതിലൂടെ അവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന, അത്തരത്തിൽ അവർക്ക് പലവിധ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പല സന്ദർഭങ്ങളും അവർക്ക് അനുകൂലമായി തീരാം. കൂടാതെ വരുമാനം വർദ്ധിക്കും, ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. കൂടാതെ ചില കാര്യങ്ങളിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നും സംയമനം പാലിച്ച് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. കൂടാതെ യാത്രകളും അനിവാര്യമായി തീരാവുന്ന സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായി ചില വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നു. ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഒക്കെ പരിഹരിക്കുവാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ വർദ്ധിക്കുകയും ഇത്തരക്കാർക്ക് പലവിധ അംഗീകാരങ്ങൾ അവരെ തേടിയെത്തുകയും ചെയ്യും. ഇത് ഭാവിയിൽ ഗുണകരമായി തീരുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക. ദൂരയാത്രകൾ ഒക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. എങ്കിലും ചില അലച്ചിലുകളും ഉണ്ടായി എന്ന് വരാം. സഹപ്രവർത്തകരുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ വീട് വാങ്ങുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങുക, അത്തരം ചില തീരുമാനങ്ങൾ എത്തി നിൽക്കുന്ന വ്യക്തികൾക്ക് അത് വാങ്ങുവാനും സാധിക്കുന്നതാണ്. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുമെങ്കിലും ഫലപ്രദമായി തന്നെ അവയ്ക്കുള്ള പരിഹാരം കാണുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണ്. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അനുകൂല സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തതായി തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നാളുകാർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഫലപ്രകാരം തെളിയുന്നത്. എങ്കിലും അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന ദേഹാസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന മടി, ഇതൊക്കെ മാറ്റിവെച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പലവിധ അവസരങ്ങളും വന്നു ചേരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ച് വിനിയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പലവിധ അംഗീകാരങ്ങൾക്കും നേട്ടങ്ങൾക്കും ഇടയാക്കും എന്നും ഓർമ്മയിൽ വെക്കുക. പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുവാനുള്ള സാഹചര്യവും കാണുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിപുലീകരിക്കുവാനുള്ള നല്ലൊരു സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. പ്രണയികൾക്കും അനുകൂലമായ സമയം തന്നെയാണ്. കൂടാതെ വളരെ നാളുകളായി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അതിനൊക്കെയുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് തെളിയുന്ന ഒരു സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. പലവിധത്തിലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തിയേക്കാം. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിൽ പല കാര്യങ്ങൾക്കായി നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് ഒക്കെയുള്ള പോംവഴികൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ മേഖലയിലും
ഉയർച്ചയും ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ പോലുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. മറ്റുള്ളവരുടെ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടി വരികയും അവയ്ക്ക് നല്ല രീതിയിൽ പ്രശ്നപരിഹാരം നടത്തുവാൻ സാധിച്ചു എന്നും വരാം. ഇന്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവേശന പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഫലം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അനാവശ്യ ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതും ആവശ്യമാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. കൂടാതെ മനസ്സിലുണ്ടായിരുന്ന പലവിധ സങ്കടങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള മനഃശക്തി ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരാമെങ്കിലും സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ള കാര്യവും ഓർമ്മയിൽ വെക്കുക. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഭാഗ്യകരമായ സമയം തന്നെയാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ഇത്തരത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ വഴി തുറക്കുന്ന ഒരു സമയം തന്നെയായതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് സംയമനത്തോടെ കൈകാര്യം ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചില നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും വളരെയധികം ഭാഗ്യകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങളെ ഈ ഒരു ദിവസം തേടിയെത്തുക എന്ന് തന്നെയാണ് ഫലപ്രകാരം കാണുന്നത്. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ്. ഇടവം രാശി പൊതുവെ ഭാഗ്യകരമായ അല്ലെങ്കിൽ ഭാഗ്യരാശിയായാണ് പറയപ്പെടുന്നതെങ്കിലും ഈ അധ്യായം കാണുന്ന പല ഇടവം രാശിക്കാരും വളരെ നാളുകളായി പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പ്രധാനമായും സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് ഇവരെ പ്രധാനമായും ബാധിച്ചിട്ടുണ്ടാവുക. ഇടവം രാശിക്കാരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവർക്ക് ധനം വളരെയധികം ഇവരുടെ കയ്യിൽ വന്നു ചേരുന്നില്ല എങ്കിൽ പോലും ആവശ്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതായത് എത്ര പണം ആവശ്യമുണ്ടെങ്കിലും ആ ആവശ്യ സമയത്ത് എവിടെന്നെങ്കിലും ഇവർക്ക് ആ ഒരു തുക ലഭിക്കുകയും അത് ബിസിനസ്സിൽ നിന്നോ മറ്റുള്ളവർ സഹായിക്കുന്നതിലൂടെയോ മറ്റ് ഭാഗ്യകരമായ അനുഭവങ്ങളിലൂടെ എന്ത് തന്നെയായിരുന്നാലും ആ ഒരു തുക ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവർക്ക് കൈവന്ന് ചേരും എന്ന് തന്നെയാണ് ഇവരുടെ പ്രത്യേകത. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. എങ്കിലും ഇടവം രാശിയിൽ വരുന്ന ചില ആളുകൾ കുറച്ച് നാളുകളായി അവർ നേരിട്ടിരുന്ന കാര്യ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ശുഭകാര്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. പുതിയ കാര്യങ്ങളോടെ പുറംതിരിഞ്ഞു നിൽക്കാതെ അത്തരം കാര്യങ്ങൾ പഠിച്ച് അവയിൽ നിന്നും പുതിയ പദ്ധതികൾ രൂപീകരിക്കുവാനുള്ള സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും സംരംഭകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്ന സമയം തന്നെയാണ്. പല കാര്യങ്ങൾക്കും നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറി അധികാരികളിൽ നിന്നും അനുമതി ലഭിക്കുന്ന സമയം തന്നെയാണ്. ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് വളരെ നാളുകളായി അനുമതി കിട്ടാതെ കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ നീണ്ടുപോകുന്നവരാണെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടാമെങ്കിലും വളരെ നല്ല ദിവസങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിൽ വെക്കുക. പുതുതായി വീട് നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ പഴയ വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാനോ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനങ്ങൾ എടുക്കുവാനും അത്തരത്തിൽ അതിന്റെ പണികൾ പെട്ടെന്ന് തന്നെ തുടങ്ങുവാനും സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബാംഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും പിന്തുണയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അമിതമായി പണം ചെലവാകുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അതിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പണം കൈകാര്യം ചെയ്യുവാൻ എന്ന കാര്യം ഓർമ്മയിൽ വെക്കുക. സമ്പത്ത് വർദ്ധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ മാറി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ സൃഷ്ടിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ ചില സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. അത്തരം സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വാക്കുതർക്കങ്ങളിൽ പെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഉത്തമം. പല കാര്യങ്ങളിലും വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ നോക്കുമ്പോൾ ഭാഗ്യകരമായ
സുഖകരമായ അനുഭവങ്ങൾ തന്നെയാണ് ലഭിക്കുക. അടുത്തതായി ഏപ്രിൽ 19 ഞായറാഴ്ച വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന രാശിക്കാരായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഊർജ്ജസ്വലമായി തന്നെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദിവസം തന്നെയാണ്. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നുമുള്ള പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബ ബന്ധങ്ങളിലുള്ള പലതരത്തിലുള്ള വിയോജിപ്പുകൾക്കും കൃത്യമായ മറുപടി നൽകി അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബ പ്രശ്നങ്ങൾ പൊതുവിൽ കുറയുന്ന സമയമായാണ് കാണുന്നത്. കൂടാതെ ക്ഷേത്ര ദർശനം, ദൈവിക സമർപ്പണം പോലുള്ള കാര്യങ്ങൾ മുടക്കം വരാതെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വന്നു ചേരുന്ന അവസരങ്ങളെ ശ്രദ്ധാപൂർവം കൃത്യമായി വിനിയോഗിച്ചാൽ അതിൽ നിന്നും ഭാവിയിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ കാര്യങ്ങളുമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ചില കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ മറ്റാർക്കെങ്കിലും നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സമയം തന്നെയാണ്. കൂടാതെ കടബാധ്യതകൾ അല്ലെങ്കിൽ വളരെ നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടു തുടങ്ങുന്ന സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. പലവിധത്തിലുള്ള ശുഭകാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കാളിയാവുവാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ, അവയിൽ വിഷമിക്കാതെ പരിശ്രമങ്ങൾ തുടരുക. അവ തീർച്ചയായും വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. കുറച്ച് നാളുകളായി നിങ്ങളെ ബാധിച്ചിരുന്ന മടി, അതുമൂലം പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെച്ചിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് അത്തരം കാര്യങ്ങൾ ശുഭകരമായി അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്ന കാര്യം ഓർക്കുക. ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തിരിക്കുന്നവർക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ഇന്റർവ്യൂകൾക്കൊക്കെ വരും ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്ന രീതിയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. ബിസിനസ് അല്ലെങ്കിൽ വ്യാപാര രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാം. ദാമ്പത്യ ജീവിതത്തിലും സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ ട്രേഡ് മാർക്കറ്റിംഗിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. കൂടാതെ പുതിയ ചില സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ തുടക്കം കുറിക്കുവാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഈ സമയം വളരെയധികം അനുകൂലം തന്നെയാണ്. എങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.